ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുഷ്യൻ കവർ അല്ലെങ്കിൽ കുഷ്യൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാഞ്ചി സിൽക്കാണ്. ഇപ്പോൾ റെഡ് കളർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ അളക്കുന്നത് 16 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയും വരുന്ന വിധത്തിലാണ്. കുറച്ച് വലിയ കുഷ്യനാണ്, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതിൽ കുറഞ്ഞാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അളവെടുക്കാം. ഇപ്പോൾ ഞാൻ ക്ലോത്ത് 16 ഇഞ്ച് വീതിക്കും നീളത്തിലും അളന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. അതേ അളവിൽ തന്നെ ഞാൻ വൈറ്റ് ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ കളർ കോമ്പിനേഷനാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഈ സ്ക്വയർ ടൈപ്പ് ക്ലോത്ത് ഒരേപോലെ വളരെ നീറ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ കോണ് മുതൽ ഈ ഒരു കോണ് മുതൽ മറ്റേ കോണ് വരെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ലൈനിട്ട് യോജിപ്പിക്കുക. കണ്ടോ, ആ യോജിപ്പിച്ച ലൈന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് നമ്മളിപ്പോൾ ഒരു ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു 4 പീസായി, 2 വൈറ്റും 2 റെഡും. അപ്പോൾ ഇതിലുള്ള 2 വൈറ്റും 2 റെഡും ഞാനങ്ങ് മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത സ്ക്വയർ ടൈപ്പിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ കിട്ടിയ ഒരു വൈറ്റും ഒരു റെഡും ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു നീളമുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ ഭാഗമില്ലേ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം റെഡും വൈറ്റും സ്ക്വയർ ടൈപ്പ് ക്ലോത്ത്. നമ്മൾ മാറ്റി വെച്ച ആ ഒരു ക്ലോത്തും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ആയി. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്ത ക്ലോത്തിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് പൊന്താതെ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളത് രണ്ടിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ സിബും വെച്ചത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇതുപോലുള്ള ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സ്പോഞ്ച് നമുക്ക് 1.5 മീറ്റർ നീളത്തിൽ തന്നെ ലഭിക്കും. അതിന് മീറ്ററിന് 90-100 രൂപയുടെ അടുത്താണ് കേട്ടോ വില വരുന്നത്. അങ്ങനെ ഒരു ഷീറ്റ് നമുക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കുഷ്യൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ 6-7 കുഷ്യൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഷീറ്റ് മുഴുവനും തീർന്നിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള ഒരു ഷീറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഷർട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് സ്പോഞ്ച് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള കുറേ സ്പോഞ്ച് എടുത്ത് വെക്കുകയാണെങ്കിലും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ നമ്മുടെ ഈ ഒരു സ്പോഞ്ചിൻ്റെ അത്ര തിക്നെസ് ലഭിക്കില്ല കേട്ടോ. ആ ഒരു ഫിനിഷിങ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റ് വാങ്ങാം. ഇങ്ങനെയുള്ള ഷീറ്റുകൾ നമുക്ക് കർട്ടൻ ക്ലോത്ത് അതുപോലെ തന്നെ ടേബിൾ ഷീറ്റൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഷീറ്റുകൾ കുട്ടികളുടെ പഴയ ബെഡിൽ നിന്നൊക്കെ കിട്ടും. അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു മഫ്ത പിന്നോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അവിടെ എവിടെയായിട്ട് പിൻ ചെയ്യുന്നതും നല്ലതാണ്. പക്ഷെ ഞാനിവിടെ ഒന്ന് മാത്രം പിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ടാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഓരോ മൂലയ്ക്ക്, അതായത് വീതി നീളം ഒരുപോലെയാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതായത് ഓരോ ഇഞ്ച് വിട്ടിട്ടും ഓരോ ലൈൻ ഇട്ട് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. അതിനുശേഷം അതിന് ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരക്കുക. അതായത് 1 ഇഞ്ച് വിട്ടിട്ട് ഓരോ ലൈൻ വരച്ചു കൊടുക്കാം. നമുക്കതിലൂടെയാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും ഇതുപോലെ വരച്ചെടുക്കാം. ഇപ്പം നമ്മൾ നീളത്തിലത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വീതിക്കും ഇതേപോലെ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ വിട്ട് വരക്കാം. നമ്മൾ മുകളിൽ എത്രയാണോ വിട്ടത് അതുപോലെ തന്നെ മറ്റേ സൈഡിലും 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്ട്രൈറ്റ് ലൈനായിട്ട് വരക്കുകയാണ്. ഒന്നുകിൽ സ്കെയിലോ അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. നമ്മളിപ്പോൾ ആ ലൈനും മുഴുവനായിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വരച്ച നീളത്തിലും വീതിക്കുമുള്ള ഓരോ ലൈനിൻ്റെ മുകളിലൂടെയും നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നീളത്തിൽ വരച്ച ആ ഒരു ലൈനിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോർമലായിട്ട് നമ്മൾ ഏത് സ്റ്റിച്ചാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യുക. അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ആ സ്റ്റിച്ചിങ് പോയിൻ്റ് കാണണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ടുണ്ട്. അതായത് നീളത്തിലുള്ള സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. റെഡ് കളർ നൂല് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീതിക്കുള്ള സ്റ്റിച്ചും ചെയ്യേണ്ടതുണ്ട്. അതും നമ്മളിപ്പോൾ ചെയ്തതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക.
നമ്മൾ ആ മാർക്ക് ചെയ്യുന്ന പോയിന്റിൽ നിന്നും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് മാറും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ക്വയർ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സ്ക്വയർ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പീസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, മറ്റേ പീസ് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇതുപോലെ കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ടാവും. അതെങ്ങനെ സ്റ്റിച്ച് ചെയ്താലും ഉണ്ടാവും കേട്ടോ. ക്ലോത്ത് കുറച്ച് ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് സ്പോഞ്ച് പുറത്തേക്ക് ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കുഷ്യൻ്റെ പീസാണിത്. ഇത് ചെയ്തിരിക്കുന്നത് വലിയ വലിയ സ്ക്വയർ ചെയ്തു. ആദ്യം ഒരു വലിയ സ്ക്വയർ ചെയ്തു, അവിടുന്ന് തുടർച്ചയായി തന്നെ ഒരു കുഞ്ഞു സ്ക്വയർ ചെയ്തു. ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ബാക്ക് വശമാണ്. ഇതിപ്പോൾ ഇവിടെ സ്പോഞ്ച് ഉണ്ട്, വളരെ സോഫ്റ്റ് സ്പോഞ്ചാണ്. ഇത് പെട്ടെന്ന് കീറും. നമ്മളിപ്പോൾ ഇതിലേക്ക് തന്നെ നിറക്കുകയോ അല്ലെങ്കിൽ ഇതിൽ കുഷ്യൻ ഇടുകയോ ചെയ്താൽ പെട്ടെന്ന് ഇത് കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈനിങ് പോലെ വെച്ച് കൊടുക്കാം. അതിപ്പോൾ ലോക്കൽ ക്ലോത്ത് ആയാലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ എവിടെയാണോ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ സിബ് വെച്ച് കൊടുക്കുക. അതായത് സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുപോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടാൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. കണ്ടോ, നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഷീനിൽ സിബ്ബർ ഫൂട്ട് ഉണ്ടെങ്കിൽ നോർമൽ ഫൂട്ട് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് അവിടെ സിബ്ബർ ഫൂട്ട് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിബിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല വശവും വെച്ചിട്ട് കറക്റ്റ് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. തിരിച്ചിട്ട് ഇതുപോലെ നിൽക്കണമെന്ന് ഉറപ്പ് വരുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമ്മളിപ്പോൾ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് സിബ്ബർ ഫൂട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിബ്ബർ ഫൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ഫൂട്ട് വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പൊളയാതെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരിക. സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ തിരിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന വിധത്തിൽ വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പീസ്, അതായത് നമ്മുടെ കുഷ്യൻ്റെ ബാക്ക് പീസും കറക്റ്റ് ഇതുപോലെ സിബിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ സിബിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുപോലെ തന്നെയാണ് വരേണ്ടത്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. സിബിൻ്റെ കണ്ടോ, ഈ ഒരു വശം കറക്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗവും അതുപോലെ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരേപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ വരിക. നമ്മൾ സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തത്, അതായത് നോർമൽ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്ത് ഒന്ന് ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ബാക്ക് പീസിൻ്റെ ആ ഒരു ക്ലോത്ത് കുറച്ച് അധികം ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കുഷ്യൻ ഒരേപോലെ വെച്ചിട്ട് അതിൻ്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് സിബ് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് സിബിൻ്റെ എല്ലാ പോയിൻറ്റും ഒരുപോലെ വരുന്ന വിധം വെച്ചിട്ട് നമുക്കിതിൻ്റെ 3 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം മുകൾ വശത്ത് സിബ് ഉണ്ട്, ആ സിബിൻ്റെ പോയിൻറ്റ് കറക്റ്റ് ഇതുപോലെ വരണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്ട്രാ പീസ് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ആ കുഷ്യൻ്റെ ഉള്ളിൽ പോയാലും വലിയ വിഷയമൊന്നുമില്ല. ഞാനിത് കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്ന ആ സിബിൻ്റെ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് നീറ്റാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് സിബൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഭാഗത്തു കൂടി ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ഇതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഇവിടെ സിബ് പൂട്ടി വെക്കാനൊക്കെ പറ്റും. നിങ്ങളുടെ കയ്യിൽ കുഷ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവെടുത്തിട്ടും നമുക്ക് ഇതുപോലെ ചെയ്യാം. അളവെടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ കൂട്ടണം കേട്ടോ. തയ്യൽ തുമ്പ് സ്പോഞ്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനും പാകത്തിൽ നമ്മൾ ക്ലോത്ത് എക്സ്ട്രാ എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ക്ലോത്ത് നിറക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന ക്ലോത്തൊക്കെ ഞാൻ എടുത്ത് വെക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ നിറച്ച് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്പോഞ്ചൊക്കെ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ പില്ലോ കവറിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് അല്ലെങ്കിൽ പഴയ ഡോളിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അതുപോലുള്ള സ്പോഞ്ച് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. കിലോ കണക്കിന് തൂക്കിയിട്ട് വാങ്ങാനും പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട്
ചെയ്തിട്ട് ബാലൻസ് വന്ന കുറേ ക്ലോത്ത് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്പോഞ്ച് വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിനൊരു എന്താ പറയുക വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു തിക്നെസ്സും അതുപോലെ നല്ല വെയിറ്റും ഫീൽ ചെയ്യും. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും കേട്ടോ. അത് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലോത്ത് വെച്ച് നിറച്ച് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം സിബിട്ട് അവിടെ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ? അതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുന്നത്. കണ്ടോ? ഇതുപോലെ ഞാൻ കുറേ കുഷ്യൻസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് ഇതിന് കാഞ്ചി കോട്ടൺ തന്നെ വേണമെന്നില്ല, നോർമൽ ക്ലോത്ത് ആയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഇത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏതാണ്ട് ഒരു 200-280 രൂപയുടെ അടുത്താണ് ചിലവ് വന്നിരിക്കുന്നത്. നമുക്കിത് റെഡിമെയ്ഡ് വാങ്ങണമെങ്കിൽ ഒത്തിരി റേറ്റ് വരും കേട്ടോ. നമുക്ക് സോഫയ്ക്കും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞു പില്ലോ ആയിട്ടൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരെ ബൈ.